ഞാനിത് പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോകില്ല. വീട്ടിൽ ആരോടും വിളിച്ചു ചോദിച്ചാൽ മതി. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ബീഫ് റോസ്റ്റ് അവിടെ ഉണ്ടാവും. ഞാൻ അല്ലാണ്ട് വേറെ ആരും ഉണ്ടാക്കൂല. അത് കണ്ണും കൂട്ടി ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് അത് ഒരു കുത്തിരി ചോറും ബീഫ് റോസ്റ്റും മാങ്ങാ ചമ്മന്തി, മാങ്ങയും തേങ്ങയും കൊണ്ടുള്ള ചമ്മന്തി, മാങ്ങാ ചമ്മന്തിയും പാവയ്ക്ക തോരനും. ഇതാണ് കൊതി വരുന്നുണ്ടല്ലേ. ഇത് ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ, ഇത് കിട്ടാത്ത ദിവസം ശ്രദ്ധിച്ചോളൂ, വൈകുന്നേരം ഞാൻ ആകെ ഡെസ്പായിരിക്കും. ഇതൊന്നും ആൾക്കാർക്ക് ഇതൊക്കെ എഴുതണം കേട്ടോ. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഈ കുക്കറി ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് പാചക വൈദഗ്ധ്യം അങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ താല്പര്യമുള്ളവർ കാണുമല്ലോ. കുറെ വർഷം മുമ്പ് ബീഫ് വെച്ച, പക്ഷെ ഈ ബീഫിനെ ഞാൻ എന്റേതായ രീതിയിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇപ്പൊ പരീക്ഷിച്ച് ഇത് വേറെ വേണേ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് കട എന്നൊരു കട ഇട്ടാൽ തന്നെ. അല്ല, പ്രേക്ഷകരുടെ എങ്ങനെയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് അത് സ്വന്തം അമ്മ പെറ്റ തള്ള ചോദിച്ചിട്ട് പോലും ഞാൻ അത് പറഞ്ഞു കൊടുത്തില്ല. കാരണം ഇതിങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും അത് എന്തൊക്കെ പൊടിയെടുത്ത് ഞാൻ